ഗൈസ്, നമ്മുടെ പുതിയൊരു ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഡിണ്ടിക്കലാണ്. നമ്മൾ ഇന്നിവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഡിണ്ടിക്കലിന്റെ സ്പെഷ്യൽ എന്താണ്? എന്താ വരുന്നേ? യെസ്, നമ്മൾ ഇന്ന് ബെസ്റ്റ് ഡിണ്ടിക്കൽ ബിരിയാണി എവിടാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളിപ്പോ നിൽക്കുന്നതും ഡിണ്ടിക്കലിന്റെ ഹൃദയ ഭാഗത്താണ്. സിറ്റി നമ്മൾ സിറ്റിയോട് ചേർന്ന് വന്ന് റൂം എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ടോപ്പ് 5 നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കും. 5 ഷോപ്പാണ് നമ്മുടെ ആ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അങ്ങ് ലക്ഷറി തൊട്ട് അങ്ങ് നോർമൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒറിജിനൽ കടയിലും അതെ, അതായത് നമ്മുടെ ഒറിജിനൽ തലപ്പാക്കട്ടി ഡിണ്ടിക്കലാണ്. നമ്മൾ ട്രിവാൻഡ്രത്തും എല്ലായിടത്തും നമ്മളെ കേരളത്തിലൊക്കെ ഉണ്ടല്ലോ അവരുടെ ഷോറൂം. സോ അത് ഡിണ്ടിക്കൽ നിന്ന് കഴിക്കുന്നതാണോ അതോ നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് കഴിക്കുന്നത് സെയിം ടേസ്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കണമല്ലോ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ ഫസ്റ്റ് കയറാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മളെ 5 ഷോപ്പാണ് നമ്മൾ എടുക്കുന്നത്. സോ ടേസ്റ്റ്, ബാക്കി പ്രൈസ് കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴത്തെ പോലെ 5 സ്റ്റാർ അങ്ങനെ ആയിരിക്കും നമ്മളെ ചലഞ്ച്. ഗൈസ്, നമ്മൾ രണ്ടുപേരും മുന്നേ മാച്ചിങ് ആണ്. അപ്പോ നമ്മള് അതായത് നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ എല്ലാവരും നോർമൽ നമ്മൾ കേരളത്തിലെക്കാട്ടിയും ഇപ്പം വില കൂടുതലാണ് ഇവിടെ ബിരിയാണിക്ക്. അതായത് നമ്മളിപ്പം ടോപ്പും അല്ലെങ്കിൽ എക്സ്പെൻസീവ് ഇവിടെ എടുക്കുമ്പോൾ പോലും എല്ലാവർക്കും ഒരേ കണക്കായിരിക്കും. കാരണം തമിഴ്നാട്ടിൽ ഫുഡിന് ഭയങ്കര റേറ്റാ. അതായത് ബിരിയാണിയൊക്കെ ഒരു നോർമൽ വിത്തൗട്ട് AC ഉള്ള ഒരു നോർമൽ കടയിൽ കയറി കഴിച്ചാൽ എനിക്ക് തോന്നുന്നു 250. കാരണം നമ്മളെ ബോർഡർ ചിക്കനിൽ നിന്ന് അവിടുത്തെ ബിരിയാണി എത്ര രൂപ 260 രൂപയാണ് ഒരു ബിരിയാണി. നമ്മൾ കഴിച്ചിട്ടില്ലേ? തമിഴ്നാട്ടില് പിന്നെ കട ചെറുതാണെങ്കിലും വേറെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഭയങ്കര റേറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് അതുകൊണ്ട് തന്നെ നോർമൽ കടയിൽ കഴിക്കും. വില എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. സോ എന്തായാലും നമ്മളിപ്പോ ഉള്ളത് ഡിണ്ടിക്കൽ സിറ്റിയിലാണ്. സോ ഇവിടുത്തെ സറൗണ്ടിങ്ങിലുള്ള ഒരു 5 ഷോപ്പ് നമ്മൾ പിക്ക് ചെയ്യും. അതിനകത്ത് നമ്മൾ 4 സ്റ്റാർ ഒരു കാറ്റഗറി, 5 സ്റ്റാർ ഒരു കാറ്റഗറി, നോർമൽ അങ്ങനെ സ്ട്രീറ്റിൽ നിന്നുള്ള, പിന്നെ 1-2 മേ ബി ഓൺലൈൻ കാണാൻ ചാൻസ് ഉണ്ട്. ഓൺലൈൻ ഉള്ളത് നമ്മുടെ ഈ ഷോപ്പിൽ നിന്ന് വരുന്നത് തന്നെയാണല്ലോ. ഇത് നമ്മൾ ഇവിടെ നമ്മൾ സിറ്റിയിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടും. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിണ്ടിക്കലിലെ ബെസ്റ്റ് ബിരിയാണി ഹണ്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ബിരിയാണി. അപ്പം നമ്മുടെ ഫസ്റ്റ് ഷോപ്പാണ് ഡിണ്ടിക്കൽ തലപ്പാക്കട്ടി അല്ലേ? യാ, അപ്പൊ അങ്ങോട്ട് പോവാം. ട്രിവാൻഡ്രത്ത് നിന്ന് ഫുഡ് ചലഞ്ച് ചെയ്ത് ഇപ്പൊ തമിഴ്നാട് വരെ എത്തി. ഇനി ഓരോ സ്ഥലത്തും ഇനി നമ്മൾ ഓരോ മെയിൻ സിറ്റികളിലും നമ്മൾ ഇനി ഫുഡ് ചലഞ്ചുമായിട്ട് വരുന്നതായിരിക്കും അല്ലേ അമ്മക്കുട്ടി? ഫുഡ് വിട്ടൊരു കളിയില്ല. അമ്മക്കുട്ടിയുടെ മുടിയൊക്കെ കണ്ടില്ലേ? ചുണ്ടടി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഷോപ്പിലോട്ട് പോയാലോ? Let's go. എന്റെ ചെറുക്കൻ അണ്ടർഗ്രൗണ്ട് ആട്ടോ. അണ്ടർഗ്രൗണ്ടിലല്ലേ കിടക്കുന്നേ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? പാർക്കിംഗ് എല്ലാം അപ്പർ ഗ്രൗണ്ടിൽ കൊണ്ടുവെക്കും. Yes, let's go guys. ചെറുക്കനെ എടുത്ത് നമുക്ക് ഡിണ്ടിക്കൽ ബിരിയാണി വെപ്പാം. ഹലോ ഗൈസ്. അങ്ങനെ ഡിണ്ടിക്കലിലെ വഴിയോരങ്ങളിലൂടെ നമ്മൾ ബിരിയാണി കടകൾ തപ്പി നടക്കുകയാണ്. ബിരിയാണി ഉണ്ടോ? ബിരിയാണി അതെ. ആദ്യം എന്തുകൊണ്ടാണ് ഡിണ്ടിക്കൽ ബിരിയാണി ഭയങ്കര ഫേമസ്? തമിഴ് നമ്മളെ കേരളത്തില് മറ്റേ കോഴിക്കോട് ബിരിയാണി പോലെ ഇവിടെ ഭയങ്കര ഫേമസ് അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടം. ഡിണ്ടിക്കൽ മാത്രമല്ല, വേറൊരു ബിരിയാണി ഉണ്ടല്ലോ, ആമ്പൂർ ബിരിയാണി. ഇതെല്ലാം ഒന്നാണോ? ആമ്പൂറും ഡിണ്ടിക്കൽ തമ്മിൽ വ്യത്യാസമുണ്ടോ? എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. ആദ്യം നമ്മൾ എപ്പോഴും എല്ലായിടത്തും ഫേമസ് ആയിട്ടുള്ള നമ്മളെ തലപ്പാക്കട്ടി ഡിണ്ടിക്കൽ ഷോപ്പ് ഒറിജിനൽ, അതെ, അങ്ങോട്ട് പോവാം. 1 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ നമ്മളെ റൂമിൽ നിന്ന്. അത്രേ ഉള്ളൂ, തൊട്ടടുത്ത് ഇപ്പൊ എത്തും നമ്മള്. അപ്പൊ നമ്മളെ ഫസ്റ്റ് ഷോപ്പ് നമ്മൾ എത്തിയിരിക്കുകയാണ്, ഡിണ്ടിക്കൽ തലപ്പാക്കട്ടി. ഇതാണ് നമ്മുടെ ഒറിജിനൽ ഡിണ്ടിക്കൽ തലപ്പാക്കട്ടി. വി ക്യാൻ ട്രൈ. ഫ്രണ്ടിൽ കോലമൊക്കെ ഇട്ടിട്ടുണ്ട് അടിപൊളിയായിട്ട്. അപ്പൊ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആരംഭിക്കാം. അപ്പൊ നമുക്ക് ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് ഇതാണെന്നല്ലോ പറയണം. അപ്പൊ നമുക്ക് ഒറിജിനൽ ടേസ്റ്റിൽ തന്നെ അങ്ങോട്ട് ആരംഭിക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് തലപ്പാക്കട്ടി ചിക്കൻ ബിരിയാണി 2 ഉണ്ടോ, സിംഗിളും ഉണ്ട് എക്സലും ഉണ്ട്. സോ നമുക്ക് 5 ഷോപ്പിൽ നിന്ന് കഴിക്കണം എന്നതുകൊണ്ട് സിംഗിൾ മതി. അതുകൊണ്ട് നമ്മളത് പറയാണ്. ട്രിവാൻഡ്രത്തെ ഡിണ്ടിക്കൽ ഷോപ്പ്, അതായത് ലുലുവിനുള്ളതല്ല, അല്ലാണ്ട് നമ്മൾ സെയിം ഇന്റീരിയറാ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാക്കിൽ അവരുടെ ഈ സാധനം എല്ലാം സെയിം ആട്ടോ. ആ പുള്ളിയാണോ ഇതിന്റെ റെസിപ്പി കണ്ടുപിടിച്ചത്? എല്ലാം അതല്ല ഞാൻ ചോദിച്ചേ. ആ പുള്ളിയാണോ അതിന്റെ റെസിപ്പി കണ്ടുപിടിച്ചത്? തലപ്പാക്കട്ടി ഇല്ലേ? തലയിൽ കെട്ടി ഉണ്ടാക്കുന്നതാണ്, നമുക്ക് അറിയത്തില്ല. ഡിണ്ടിക്കലിന്റെ ഇത് നോക്കണ്ടായിരുന്നു, ഹിസ്റ്ററി നോക്കണ്ടായിരുന്നു. This restaurant was first called as Ananda Villas Biryani Hotel, and when people started coming to the restaurant, this recipe was his wife's recipe. He just bought this recipe and he wants to start a biryani shop in Dindigul.
എടാ സിംഹമേ, സിംഹം ഇവിടെ ഇരിപ്പുണ്ടോ? ചിമ്പ ഒരു ഗ്ലാസും ഇതും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ. അതിൽ തന്നെ കൈയിട്ട് മുക്കുകയും ചെയ്യും, ആ വെള്ളം തന്നെ കുടിക്കുകയും ചെയ്യും. വാഴയില വാഴയുടെ ഷേപ്പില് പ്ലേറ്റ് കട്ടിയിട്ടുണ്ട്. പരവായില്ല. എടാ നമ്മൾ അവിടുത്തെ കടി ക്വാണ്ടിറ്റി ഉണ്ടോ? ആണല്ലേ, ഞാൻ അതാണ് ചെയ്യൂ. അത് പറഞ്ഞിട്ടുണ്ടല്ലോ സ്മാൾ ഒരാളെ തിന്നിട്ടുള്ളൂ. ആ ചേട്ടൻ സർവീസ് പഠിച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഹോട്ടൽ മാനേജർ പഠിക്കുമ്പോഴും ഈ സ്പൂൺ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വെക്കുന്ന രീതി ഉണ്ടല്ലോ, അത് പഠിപ്പിച്ചിട്ടുണ്ട്. അതെവിടെ ഇപ്പൊ വെച്ച് അങ്ങനെ അല്ല, നീ ശ്രദ്ധിച്ചാൽ മതി. കൈ സ്പൂൺ ഇവിടെ യൂഷ്വലി ഇതല്ലേ ഗ്രേവി വരുന്നത്? അതേ ഉള്ളു, വേറല്ല. ഇത് എന്നത്? താളിച്ച. ഓക്കെ 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 ഓക്കെ. റൈസ്, കുറച്ച് സാലഡ്. അത് റൈസ് ടേസ്റ്റ് ചെയ്യല്ലേ? മണം കറക്റ്റ് സെയിം തന്നെ, പക്ഷെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ? ഉണ്ടോ? നല്ല വ്യത്യാസമുണ്ട്. എരിയുണ്ടോ? അവിടെ നമ്മളവിടെ കഴിക്കുന്നത് ഭയങ്കര എരി. അതിനെക്കാട്ടി കുറച്ച് എരിയുണ്ട്. എരിയുണ്ട്. ചിക്കനുണ്ട്. ഒരു ചേട്ടന്മാർക്ക് ഞാൻ കഴിക്കാൻ നോക്കിക്കോ. ഒന്നും വേണ്ട. അടിപൊളിയല്ലേ? അവിടുത്തെ കാട്ടി നല്ല വ്യത്യാസമുണ്ട്. ട്രിവാൻഡ്രത്ത് കഴിക്കുന്നതേ അല്ല കേട്ടോ. എരിയുണ്ട്. നല്ല കുരുമുളകിൻ്റെയൊക്കെ നല്ല ഫ്ലേവർ. പിന്നെ നമ്മുടെ മറ്റേ കറുകപ്പട്ട ഐറ്റംസ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ നല്ല ഫ്ലേവറുണ്ട്. പൊളിയായി. സെറ്റ് സെറ്റ്. നല്ല എരിയുണ്ട് കേട്ടോ. ഈ കറി എങ്ങനെയുണ്ട്? അത് ഒഴിച്ചു നോക്ക്. ഇത് നമ്മൾ അവിടെ കിടന്ന് കുറച്ച് കുറുകിയിരിക്കുക, കുറച്ച് ലൂസായിട്ടിരിക്കുക അല്ലേ? ഈ കറി ഒഴിച്ചൊന്ന് അടിച്ചു നോക്കാൻ കഴിയും. വേണ്ടോ? താളിച്ച എന്നാ പറഞ്ഞ കേട്ടോ, താളിച്ച. പക്ഷെ നമ്മളവിടെ നല്ല തിക്കാട്ടോ. അവിടെ കുറച്ച് ചിക്കനും ഒരു രക്ഷയില്ല കേട്ടോ. കേട്ടോ അതൊന്നും സ്മാള് മതി രണ്ടുപേർക്ക് തിന്നാൻ. അതാ ഇരി ഇരിക്കില്ലേ സംഭവം. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒന്നുകൂടി ഞാൻ പറയുന്നു, നമ്മൾ ട്രിവാൻഡ്രം കിട്ടുന്ന ഡിണ്ടിക്കലുമായിട്ട് രാപ്പകൽ വ്യത്യാസമുണ്ട്. ആ ഫ്ലേവറിലും എല്ലാത്തിലും അല്ലേ? കറി അവിടെ ഇച്ചിരി പുളിയത്, പക്ഷെ അത് എരി അവിടെ. പക്ഷെ ഇത് കൊള്ളാം. പക്ഷെ നമ്മളോട് കിട്ടുന്ന അത്ര സ്പൈസി അല്ല, അല്ല കുറച്ച് സ്പൈസിയാണ്. ടോട്ടൽ എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് ഉരുള. ഗൈസ്, അപ്പോൾ ആദ്യത്തെ സ്ഥലത്ത് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. 326 രൂപയാണ് ഒരു ബിരിയാണി. ശരിയാട്ടോ, സ്മാൾ സൈസ്. അത് നമ്മൾ വേറെ ഒന്നും പറഞ്ഞില്ല, ഡ്രിങ്കോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല. അപ്പം 2 പേര് 2 ബിരിയാണി കഴിച്ചിട്ട് എന്തെങ്കിലും കുടിച്ചിട്ട് ഇറങ്ങിയ 1000-ന് മേളിൽ എന്തായാലും ആവും. നമ്മുടെ നാട്ടില് ചിലപ്പോൾ ഒരു 300 രൂപയ്ക്ക് ബിരിയാണി കഴിച്ച് ഇവിടെ നമുക്ക് 1000 രൂപയാവും ബിരിയാണി. അതാണ് ഡിണ്ടിക്കലിന്റെ ഒരു പ്രത്യേകത. അതെനിക്ക് പുതിയൊരു അറിവായിരുന്നു. എന്റെ വിചാരം ഇത് ഒറിജിനൽ സ്ഥലത്തായതുകൊണ്ട് ഇവിടെ ഭയങ്കര റേറ്റ് കുറവായിരുന്നു. അവര് പറഞ്ഞത് സെയിം മസാല തന്നെ, പക്ഷെ ചിക്കൻ മാറും, വെള്ളം. ഞാൻ ചോദിച്ചു ഇത് ട്രിവാൻഡ്രത്ത് കഴിച്ചപ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടല്ലോ എന്ന്. അപ്പം വെള്ളം, ചിക്കൻ ഇത് രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. നമ്മളവിടെ കിട്ടുന്ന ചിക്കനും അവിടുത്തെ മട്ടനും ഇവിടുത്തെ മട്ടനും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ മീറ്റില്. അപ്പം അതിന്റെ ഒരു ഡിഫറൻസ് വരും. പക്ഷെ മസാല, റൈസും എല്ലാം സെയിം ആണ്. എല്ലാം മിക്സ് ചെയ്ത് അവർ കൊടുക്കുന്നത്. അവിടെ അവര് പറഞ്ഞു കൊടുക്കത്തില്ലേ? നമുക്ക് സ്വീറ്റും തന്നെ കേട്ടോ. പിന്നെ സർവീസും അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നമ്മള് പിന്നെ അവര് റൈസ് എക്സ്ട്രാ വേണോ ചോദിച്ചോട്ടെ. എനിക്കൊന്നും വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് തോന്നുന്നു അങ്ങനെ ചോദിച്ചത്. സാധാരണ റൈസ് ഒന്നും എക്സ്ട്രാ അവര് തരത്തൊന്നുമില്ല, പക്ഷെ അവര് റൈസ് എക്സ്ട്രാ വേണമെന്ന് ചോദിച്ചാൽ. അത് മാത്രമല്ല, നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ടും എന്തെങ്കിലും വേണം, എന്തെങ്കിലും വേണ്ട, ഒന്നും വേണ്ട പറഞ്ഞാലും പിന്നെയും എന്തെങ്കിലും വേണം. നമ്മളത് വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കാം മേ ബി. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ ഔട്ട് ഓഫ് 5 തന്നെ കൊടുക്കുന്നു. ഒന്നും കുറയ്ക്കല്ല, അടിപൊളിയായിരുന്നു, ടേസ്റ്റ് ആയിരുന്നു. സോ നമ്മളിപ്പം ടോപ്പ് 1 പൊസിഷനിലാണ് നിൽക്കുന്നത്, നമ്മൾ എപ്പോഴത്തേം പോലെ ഡിണ്ടിക്കൽ, തലപ്പാക്കട്ടി. സോ ഇനി അടുത്തത് കഴിക്കുമ്പോൾ അത് ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് അവിടെ കയറും അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ഷോപ്പിലോട്ട് പോകാം ഗൈസ്. റെഡി അല്ലേ? റെഡി. ഡിണ്ടിക്കലിന്റെ ഹിസ്റ്ററി ഫുള്ള് ഈ ഒരു ഒറ്റ പോസ്റ്റർ ഉണ്ട് കേട്ടോ. ഇനി നമ്മളായിട്ട് പറയുന്നില്ല. ഓക്കെ, ടാറ്റ ബൈ ബൈ ഡിണ്ടിക്കൽ. അടുത്ത് നമ്മൾ പോകുന്നു വേണു റെസ്റ്റോറന്റ്. വേണുവേട്ടന്റെ കട. കേരളീയ തനിമയുള്ള പേര് വേണു. അപ്പൊ നമുക്ക് വേണുവേട്ടന്റെ കട. അത് അത്യാവശ്യം ഒരു റേറ്റിംഗ് ഒക്കെ ഉണ്ട്.
അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം ഫേമസ് ആണ് ഇവിടെ. ഇവിടുന്ന് അടുത്താ. ഞാൻ രാവിലെ ഒന്ന് ടയർ കട വരെ പോയായിരുന്നു. അപ്പൊ ഞാൻ ഇവിടുത്തെ ലോക്കൽ കുറച്ച് ചേട്ടന്മാരുടെ ചോദിച്ചു, കുറച്ച് കടകൾ, ഇവിടുത്തെ ഫേമസ് കടകൾ ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. പോകാം. രാജു അല്ല, വേണു ചേട്ടൻ. വേണു ചേട്ടൻ. ഇവിടത്തെ റോഡുണ്ടല്ലോ, 1 വേ ഏതാ 2 വേ ഏതാ ഒരു പിടുത്തം ഇല്ല കേട്ടോ. എല്ലാരും എതിലേക്കൂടെ ഒക്കെ കയറി വരുന്നു. എങ്ങനെങ്കിലൊക്കെ ഓടിക്കുന്നത്. നോക്കടി, ഇതില് പോരിന് പോകുന്ന കോഴിയാണോ? അത് കെട്ടിവെച്ചേക്കുന്നത്. നോക്കി, ഇരു സൈഡ് മൊത്തം കോഴികളെയാ. എന്റെ മോനെ, നാടൻ കോഴി. അടിപൊളി. ഇതാണോ വേണു? വേണു ബിരിയാണി ഹോട്ടൽ. തമിഴ് വായിക്കാറിയാണ് കേട്ടോ. ഫുൾ തമിഴിലാണ് എഴുതിയേക്കുന്നത്. അതുകൊണ്ട് ഇതാണ്. ഓക്കെ ഗായ്സ്, അടുത്തത് സെക്കൻഡ് പ്ലേസ് വേണു ബിരിയാണി. നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതും അത്യാവശ്യം ഫേമസ് ആണ് ഡിണ്ടിക്കലില്. സോ ട്രൈ നോക്കാം. ഇല്ലേ മുക്കുട്ടി? വയറിനൊന്നും ആവല്ലേ ദൈവമേ. അത്യാവശ്യം നല്ല ഷോപ്പുകളിലാണ് നമ്മൾ കയറുന്നത്. ട്രൈ നോക്കാം. ഇത് ഡിണ്ടിക്കലിലെ ചേട്ടന്റെ അത്രയും പ്രായമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് കുഞ്ഞു പയ്യനാ. അന്നേരം ഫോട്ടോ എടുത്തപ്പോ കുഞ്ഞു പയ്യനായിരുന്നായിരിക്കും. ഇപ്പൊ നല്ല വയസ്സായി കാണും. എല്ലായിടത്തും കോലമുണ്ട് കേട്ടോ. നമ്മൾ കോലത്തിൽ ചവിട്ടാൻ പാടില്ല. ഇവിടെ അത്രയും വലിയ ഭയങ്കര AC സെറ്റപ്പ് അങ്ങനൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? അവര് വെക്കുന്നത് കണ്ടോ ഇതിനകത്താന്ന്? മറ്റേ പാത്രം കണ്ടോ? അങ്ങനെയുള്ള പാത്രത്തിലോട്ടോ അവര് വെക്കുന്നത്. കറക്റ്റ് കാണാം. പാഴ്സൽ ചെയ്ത് കൊടുക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നോൺ AC ആണേ. ഇവിടെ നോൺ AC ആ. നമുക്ക് ഇവിടെ ഇരിക്കാം, പിന്നെ അവിടെ ഇരിക്കാം. ഇങ്ങോട്ടിരിക്കാം. AC ഉണ്ടല്ലോ. AC ഉണ്ട്, പക്ഷെ നോൺ AC എന്റെ പറഞ്ഞാ വർക്കിംഗ് അല്ലായിരിക്കും. ഇപ്പൊ ഇവിടെ എല്ലായിടത്തും ഗൈസ് ബിരിയാണി വിളമ്പുന്നത് ഇലയിലായിരിക്കും അല്ലേ? ഇലയാണ് മുഖ്യം. നമ്മുടെ ഇല എന്ത് ചെയ്യണം? മിനറൽ വാട്ടർ ഉപയോഗിച്ച് இந்த மாதிரி ഊത്തണം. ക്ലിയർ പണ്ണണം. ആ ഇലയിൽ അഴുക്കൂടെ കയ്യിലായിട്ടുണ്ട്. ചുമ്മാ ഇല നല്ല ക്ലീൻ ഇല കേട്ടോ. വേണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിന്റെ മണ്ടയിലിട്ടോ കേട്ടോ. ഓക്കെ, ഇത് ചോദിച്ചൊന്നുമില്ല. ഇനി പറയാം. ഇവിടെ മെയിൻ ആയിട്ട് ബിരിയാണി അല്ലേ ഉള്ളൂ. അവർക്ക് അറിയാലോ എന്ത് വെക്കണ്ടേ. ചിക്കൻ ബിരിയാണി 2 അല്ല 1. அது ஷேர் பண்ணு. நம்ம டயட்ல இருக்கு. ஒன்னு போதும். சைட் டிஷ் எதுவும் வேண்டாம். எதுவுமே வேண்டாம். பிரியாணி மட்டும் போதும். மட்டும் போதுം. ഇവിടെ വരുന്നവരെ പക്ഷേ ഇവര് കഴിക്കണ ഒരു രീതി എല്ലാ സ്വീറ്റ്സ് കഴിക്കും, സൈഡ് ഡിഷ് അങ്ങനെ മാത്രമായിട്ട് കഴിക്കുന്നില്ല. ടേബിളിലുണ്ടോ എല്ലായിടത്തും ചിക്കൻ ബിരിയാണി മാത്രമല്ല, അതിലൂടെ ഫ്രൈ, മധുരം എല്ലാം കാണും. എല്ലാ ഐറ്റവും കാണും. ബാലൻസ് ചെയ്യണ്ടേ? വേണം, വേണ്ട, ഒന്നും വേണ്ട, ഇതും വേണ്ട. ഇവിടെ സൈഡ് ഡിഷ് ആണ് മെയിൻ. മട്ടൻ കുഴമ്പ്, ഫിഷ് ഫിംഗർ. അല്ല, അത് മട്ടൻ വെച്ച് എന്തോ റൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് പൊരിച്ചോണ്ട് വന്നതാ. ആണോ? കൊള്ളാല്ലേ, ഒരു വെറൈറ്റി ഫീൽ ആയിട്ടാ എനിക്ക് ഇഷ്ടപ്പെടുന്നത്. ഇതൊന്നും അല്ല, മധുരയിൽ പോണം. മധുരയിൽ ഇഷ്ടം പോലെ ഫുഡ്. നീ എന്നെ അടുത്തത് ആശിപ്പിക്കില്ല. അത് നമുക്ക് ഈ ബിരിയാണി ഞാൻ മൃദുലെ കൊണ്ട് ഡിണ്ടിക്കല് പോന്ന് പറഞ്ഞ് വിളിച്ചോട്ട് വന്നേ. പ്ലാൻ ചെയ്തത് ഞാൻ ഓടി വന്നേ. പക്ഷെ എന്റെ അമ്മ ഇവിടുത്തെ പ്ലേറ്റിംഗ് കണ്ടോ? അടിപൊളി കേട്ടോ, വെറൈറ്റി. ഇതാണ് ചോദിച്ചത്, ഒരാൾക്ക് എനിക്കോന്ന്. ഇത് നോക്ക് ഗൈസ്, ഇവിടുത്തെ പ്ലേറ്റിംഗ് നോക്കി. മറ്റേ സെയിം നമ്മുടെ സിനിമയിൽ ജയിലിലൊക്കെ കൊടുക്കുമല്ലോ, കപ്പ് കിടക്കാതെ. ഓക്കെ, നമുക്കിനി ടേസ്റ്റ് ചെയ്യാം. എല്ലായിടത്തെ കളർ ഒരുപോലെ ഇല്ലേ? ഇവിടെ നമുക്ക് ഒരു കപ്പിലാട്ടോ കൊണ്ടുതരുന്നത്. ചിക്കൻ ഗ്രേവി കുറച്ച് മതി. മതി. സൈഡിൽ ഇങ്ങനെ വെച്ചത്. ഓക്കെ. നിങ്ങൾക്ക് ഏത് വേണം? മട്ടൻ ഗ്രേവി ആണോ ചിക്കൻ ഗ്രേവി ആണോ? രണ്ടുമേ ഇച്ചിരി ഇച്ചിരിയോ? കൊഞ്ചം മതി. എന്തോട്ടെ ഈ കളർ? ഇത് മട്ടനാ? ഓക്കെ. എനിക്ക് മതി. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടോ? അല്ല, ചിക്കൻ ഫ്രൈ അല്ല, ഇത് സ്റ്റീം ചെയ്തിട്ടാ. ഇവിടെ ഓക്കെ. ഇത് കത്രിക്കാവാ? ഇവിടെ ബിരിയാണിയുടെ ഒരു ഇഷ്ടം പോലെ സൈഡ് ഡിഷ് ഉണ്ട് കേട്ടോ. മട്ടൺ, ചിക്കൻ, കത്രിക്ക. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പ്ലേസ് വേണു ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു ഗൈസ്. ഞാൻ ആദ്യം ഒരു ഗ്രേവി എടുക്കുന്നില്ല, പ്ലെയിൻ ബിരിയാണി മാത്രം. ഇത് അവിടുത്തെ കാട്ടി കളർ ഉണ്ട് അല്ലേ? ഓക്കെ. സ്പൈസി ഭയങ്കര കുറവാണ്. പക്ഷെ കളർ ഭയങ്കര സ്പൈസി ആയിട്ട് ഫീൽ ചെയ്യുന്നു. പിന്നെ അവിടുത്തെ കാട്ടി നല്ല ഓയിലുണ്ടോ? നല്ല ഓയിലിയാ. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ്. ബട്ട് എനിക്ക് ഡിണ്ടിക്കലാണ് ഇഷ്ടപ്പെട്ടത്. ചിരി വേണോ?
ഐസ് മൃദു കഴിക്കുന്നു. ചിക്കൻ എന്തോ ചോറ് ഒരുപാട് കുക്കായി പോയ പോലെയോ അല്ലേ? അതിന്റെ വ്യത്യാസമുണ്ട്, അതിന്റെ വ്യത്യാസമുണ്ട്, ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ട്. കളർ ഇത്രയും കണ്ടാലും അതിന്റെ ഒരു ഫ്ലേവർ ഇല്ല അല്ലേ? അരി ക്വാളിറ്റി നല്ല വ്യത്യാസം. ഇത് അമ്പോട്ടിന് വിഴുങ്ങിയാൽ മതി, ഇങ്ങനെ കണ്ടാലും. എനിക്ക് ഗ്രേവി ഇത് മട്ടൺ ഗ്രേവി എന്നല്ലേ പറഞ്ഞേ? അല്ല, ഇത് ചിക്കൻ ഗ്രേവിയാന്ന് തോന്നുന്നു. ഏതോ എല്ലാവരും അവിടെ ഇരിക്കുന്നത്. ഇത് മട്ടൺ കേട്ടോ. അതോ? ഇത് മട്ടൺ. എങ്ങനെയുണ്ട് ഗ്രേവി? എല്ലാം ഒരുപോലെ ഇരിക്കുന്നുട്ടോ. ആണല്ലേ? കത്തിരിക്ക കുഴമ്പ്, അത് പരിപ്പിന്റെ ടേസ്റ്റ് ഉണ്ട്. പരിപ്പ് കത്തിരിക്ക കുഴമ്പ. ഞാനും കുറച്ച് ഗ്രേവി ഒഴിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എരിയേ ഇല്ല കേട്ടോ, ഒട്ടും സ്പൈസി ഇല്ല. കൊള്ളാം. നമുക്ക് പ്രൈസും കൂടി വരട്ടെ. അല്ല, ഇങ്ങനത്തെ സെറ്റപ്പ് ആണെങ്കിൽ സർവീസ് ഒക്കെ അടിപൊളിയാണ്. നമ്മൾ വന്നിരുന്നപ്പോൾ തന്നെ ഇലയിട്ടു ചടപടാന്ന് സ്റ്റാഫും ഉണ്ട്. ഇങ്ങനെ ഒരു ഇത് ആംബിയൻസ് കാണുമ്പോൾ നൈസാണ്. ഇവിടുത്തെ കറക്റ്റ് നമ്മളെ ബോർഡർ ചിക്കന്റെ ഒരു സ്റ്റൈലോ അല്ല, അവിടത്തെ കടയ്ക്ക് നല്ല വൃത്തിയുണ്ട്. അവിടെ ഒട്ടും വൃത്തിയില്ല. അവിടെ ബോർഡർ ചിക്കൻ ഒട്ടും വൃത്തിയില്ല. അതിനെ അപേക്ഷിച്ച് ഇവിടെ നല്ല ക്ലീൻ ആണ്. ഇഷ്ടംപോലെ സൈഡ് ഡിഷ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മറ്റേ ഈ തോരൻ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഒരു ബിരിയാണി മാത്രമല്ല കഴിക്കുന്ന, എല്ലാം മിക്സ് ചെയ്ത് കഴിക്കും. കഴിച്ചിട്ട് വരട്ടെ. ആദ്യം കയറിയെടുത്ത് അത്രയും ഭയങ്കര ആംബിയൻസ് ഒന്നും ഇല്ല, AC ഇല്ല, സോ അത്രയും ഫെസിലിറ്റീസ് ഇല്ല. അപ്പം എത്ര രൂപയ്ക്കാണ്? ഒരാളുടെ ഒന്നാ പറഞ്ഞു ഒരു 250. 350 രൂപയ്ക്ക് അതൊരു വേസ്റ്റ് ഒരു ഹിമാചൽ ബ്ലെൻഡർ സാധനമായിരുന്നു. ചിക്കൻ ബിരിയാണിക്ക് 349.99. റൗണ്ട് ഓഫ്, ഇവിടെ GST ഒന്നുമില്ല, പകരം റൗണ്ട് ഓഫ് ചെയ്ത് ഒരു 0.01 ചേർത്ത് കാണും. നീ 350 കൊടുത്തുള്ളൂ. ഇനി അതേ ഗൈസ്, അത് 350 രൂപയ്ക്ക് അത്ര പോരായിരുന്നു കേട്ടോ. സോ ഞാൻ അതിനെ 1 സ്റ്റാർ അല്ല, ഇപ്പൊ 1 സ്റ്റാർ കൊടുക്കാം. ഇപ്പൊ രണ്ടാമത് നിൽക്കുന്നു, രണ്ടാമത് ഇനി വരുന്ന അനുസരിച്ച് കേറും. അപ്പൊ ഇപ്പോഴും നമ്മളെ ടോപ്പ് കഴിച്ചതിൽ തലപ്പാക്കട്ടി ഡിണ്ടിക്കൽ തന്നെയാണ്. ഇവിടുത്തെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് റൈസിന് ഒട്ടും ക്വാളിറ്റി ഇല്ല. ഒരുമാതിരി കുഴന്നിരിക്കുന്ന റൈസ്. അതേപോലെ തന്നെ എണ്ണ ഭയങ്കര ഓയിലി. പിന്നെ അവിടുത്തെ അത്രയും ക്വാണ്ടിറ്റി ഇല്ല. ഒരു ചെറിയ കിണ്ണത്തിലേ ഉള്ളൂ. അത് ചിക്കനും ഇച്ചിരിയേ ഉള്ളൂ. അതെ, 2 പീസ് ചിക്കൻ, അതും വളരെ ചെറിയ പൊടി ചിക്കൻ. അത്ഭുതം. എന്തോ അല്ലേ, തമിഴ്നാട്ടിൽ ബാക്കി എല്ലാ സാധനങ്ങൾക്കും വില കുറവാ. തമിഴ്നാട്ടിൽ നീ ഇവക്ക് അറിയാത്തോണ്ടാ. ഇവള് തമിഴ്നാട്ടുകാരിയാണ്. എന്നിട്ട് തമിഴ്നാട്ടിലെ ഫുഡിന്റെ ഇത് അറിയത്തില്ല. നമ്മളൊക്കെ ഇവിടെ ബോർഡർ ചിക്കനിലൊക്കെ അന്ന് പോയി കഴിച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് 3000 രൂപ 2000. എന്താ കാര്യം അറിയോ? ഇവിടെ ചിക്കൻ ചീപ്പ് പ്രൈസിൽ കിട്ടും. ഈ സവാള, തക്കാളി അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മുടെ അവിടത്തേക്കാളും ചീപ്പ് പ്രൈസ്. ഹോട്ടൽ ഫീൽഡ് ഭയങ്കര പ്രൈസാണ്. നമ്മൾ ഇത് അധികം കഴിച്ചില്ല കേട്ടോ. നമ്മളൊരു 2 ഉരുള കഴിച്ചുള്ളൂ. കാരണം വെറുതെ വയറ് കേടാക്കാനായിട്ട് താല്പര്യമില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് വണ്ടി സ്ക്രാച്ച് ആവാതെ പോയാൽ നമ്മുടെ സത്യമാര് ഭയങ്കര ഇതായിട്ട് ഇടയ്ക്ക് കണ്ടിപ്പോ ഒരു ഡോറ് തുറന്ന് നമ്മളെ വണ്ടി സ്ക്രാച്ച് ആവാതെ നമുക്ക് പോവാന്നുള്ളത് വലിയ ചാലഞ്ച്. നമ്മൾ എത്ര കയറി ഓടിച്ചാലേ ഒരു പലയിടത്തൂടെ വരുന്നത്. അപ്പൊ അടുത്തടുത്ത് പോവാം. ഗൈസ്, നമ്മളിപ്പോ മൂന്നാമതായിട്ടുള്ളത് ബാംഗ്ലൂർ ഹൈവേയുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള മെനു 99 ഫുഡ് കോർട്ടിലാണ്. മെനു 99 രൂപ കാണത്തുള്ളൂ. മെനു 99 അത് പേരിട്ടായിരിക്കും. ഇവിടെ തന്നെ ദിണ്ടുക്കൽ ബിരിയാണി, ഫ്രൈഡ് ചിക്കൻ, പിസ്സ, അറേബ്യൻ അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. നമ്മള് ഇന്നലെ KFC ഒക്കെ കഴിച്ചത് അവിടെ വന്നിട്ടാ. അതെ, അവിടെ തന്നെ നമ്മുടെ അനന്ത ഭവൻ. അവിടുത്തെ തിരക്ക് നോക്ക് എന്തോരം വണ്ടി. ഭയങ്കര തിരക്കായിരുന്നു അവിടെ. ആരും ഇല്ല കേട്ടോ, നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി ഇവിടുത്തെ ദിണ്ടുക്കൽ ബിരിയാണിയാണുള്ള സ്പെഷ്യൽ ഹൈവേ സൈഡിലും കൂടി ട്രൈ ചെയ്യണമല്ലോ. ഹൈവേ സൈഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതെ അല്ലേ? കഴിക്കാം. ആംബിയൻസ് ഒക്കെ കൊള്ളാം. ആഹാ, അമ്പുക്കുട്ടി മീനൊക്കെ ഉണ്ടല്ലോ. ഇതെന്താ ഇതിന്റെ അകത്ത് പൈസ ഇട്ടേക്കുന്നത്? വരുന്നവരെല്ലാം കോയിനിടൂ. അറിയാൻ വയ്യ. മീന് പൈസ ഇല്ല. എടാ, ഗോൾഡ് വേറെ സൈസ് വലിയ മീനൊക്കെ കിടക്കുന്നല്ലേ. ഹാൻഡ് വാഷ്. ഡെമോയ്ക്കായിട്ട് പ്ലാസ്റ്റിക് ചെയ്ത് വെച്ചേക്കോട്ടെ, നമ്മൾ കാണിക്കാൻ വേണ്ടിട്ട്. ഇതേ കളറിൽ ഇതേ രൂപത്തിൽ ഇരിക്കുമെന്ന്. കുഴപ്പമില്ല, വേണം. ഫൈൻ. അത് കൊള്ളാല്ലേ? അത് ആദ്യമായിട്ട് കാണുവാ പ്ലാസ്റ്റിക്കിൽ ചെയ്ത് വെച്ചേക്കുന്നത്. അത് കൊള്ളാം. ഫുഡ് ഏതാണെന്ന് നമുക്ക് ചില പേര് വെച്ചാൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. ഇത് കാണുമ്പം ഇത് എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു തോന്നുന്നത്. ആരുമില്ല, പക്ഷെ ആംബിയൻസ് നല്ല രസമുണ്ട്. ആരും ഇല്ലാതെ എന്താണെന്ന് അറിയാൻ വയ്യ. ടൈം ആവുന്നേ ഉള്ളായിരിക്കും.
അത് പിന്നെ ഹൈവേയുടെ സൈഡാ, ഇത് സർവീസ് റോഡിന്റെ സൈഡാ. മനസ്സിലായില്ലേ? ഇപ്പം ഈ ഹൈവേയിൽ വരുന്നവര് യൂട്ടേൺ എടുക്കണമെങ്കിൽ 4-5 കിലോമീറ്റർ കറങ്ങി വരണം. അതുകൊണ്ടാണ് ഇവിടെ തിരക്കില്ലാത്തത്. പക്ഷെ അത് കറക്റ്റ് ഹൈവേ സൈഡാണ്. അവിടെ ഭയങ്കര തിരക്ക്. അവിടെ KFC, അവിടെ ഷോപ്പിംഗ് കണക്കെ ഉണ്ട്, ഡ്രസ്സിനൊക്കെ അങ്ങനത്തെ അതിന്റെ തൊട്ടടുത്ത് അതുകൊണ്ട്. നമ്മളിന്നലെ ദോശ കഴിക്കാൻ കേട്ട് ഒരു തുള്ളി സ്ഥലം ഇല്ലായിരുന്നു. അയ്യോ ഇവിടം തിരക്ക് തന്നെ അവിടെ. ഇന്ന് അവിടെ വണ്ടി ഇട്ടിട്ട് ഞാൻ ഇന്നലെ അതിന്റെ സൈഡിലാണ് വണ്ടി ഇട്ടിട്ട് അവിടെ ടാർ ഇവന്മാര് കലക്കി ഒഴിച്ച് എവിടോ ഇങ്ങനെ കൂട്ടിയിട്ടിരുന്നു. ഞാൻ വണ്ടി കയറ്റിയത് കറക്റ്റ് എൻ്റെ ഫ്രണ്ട് ടയർ ടാറിനകത്ത് പൊതഞ്ഞു പോയി. ഞാൻ ഇന്ന് രാവിലെ പോയി ടയറുടെ പോയി അത് മൊത്തം ചുരണ്ടി വരുന്ന എൻ്റെ പരിപാടി. മുട്ടം പണിയായിരുന്നു കേട്ടോ, മുട്ടം പണി. അത് പുതിയ ടയറിനകത്ത് നമ്മുടെ റോഡിൽ പോകുമ്പോൾ ഈ ടാറിന്റെ കടക്ക് ഭയങ്കര സൗണ്ട്. പോയില്ല. രാവിലെ എണീറ്റപ്പോ കല്ല് പോലെ ഉറച്ച്. പിന്നെ ടയറുടെ പോയി രാവിലെ എന്തോ മെനക്കെട്ട് പോയി. എന്തായാലും ഫുഡ് വരട്ടെ. പക്ഷെ ഇവിടെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ രണ്ടിടം കയറിയും വലിയ താമസമില്ലായിരുന്നു. ഇവിടെ താമസമുണ്ട്, എടുക്കുന്നതായിരിക്കും. തിരക്കില്ലാത്തോണ്ട് തലേന്നത്തോണ്ട് അങ്ങനെ തരത്തില്ലായിരിക്കും. ഇവിടെ ആരും ഇല്ല, ബിരിയാണി ചിലതായില്ലാത്തോണ്ടെങ്കിൽ കളയത്തൊന്നും ഇല്ലായിരിക്കും. അങ്ങനെ ചെയ്യത്തില്ലായിരിക്കും, നമുക്ക് നോക്കാം. ഉച്ച സമയമാണ്, 2 മണി. അല്ല മേ ബി കഴിച്ച് 2 മണിയായില്ലേ? 2 മണി. ഇവിടെ ഉള്ളവർ 1 മണിക്ക് കഴിക്കുമായിരിക്കും. നമ്മൾ ഇതോടെ കയറിയിട്ട് എല്ലായിടത്തും ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ തിരക്കേ ഇല്ല, ഒട്ടും തിരക്കില്ല. എന്തോ എന്റെ മൈൻഡിൽ അങ്ങനെ കേട്ടോ, തിരക്കുള്ള കടകളിലെ ഫുഡ് നല്ലതായിരിക്കും, തിരക്കില്ലാത്ത അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ്. നമ്മൾ തന്നെ വണ്ടി ഒന്നും ഇല്ലെങ്കിൽ നമ്മളവിടെ കയറത്തില്ല അല്ലേ? അങ്ങനല്ലേ? വേണ്ട കുഴപ്പമില്ല. തമ്പി ചെയറിൽ ഇറുക്കാതെ. തമ്പി മടിയിലേ തമ്പി എനിക്ക് കഴിക്കണ്ട കേട്ടോ. നല്ല കഴിക്കോ? വേണ്ട നീ ഇനി കഴിവണ്ട കേട്ടോ. കഴിക്കോ. ജസ്റ്റ് സെയിം കളർ. ഒന്നും വേണ്ട. നല്ല ചൂടാണോ? ചൂടാക്കി തന്നോ? എന്തുവാ ചൂട് സാധനം തന്നിട്ടാണ് നീ ഇന്നലത്തെ സാധനം പറഞ്ഞത്? അല്ല അത് മേ ബി ഒരു ഓവൻ എന്തെങ്കിലും ഉണ്ടെങ്കിലോ. ഇപ്പൊ ഒരു ലെഗ് പീസ് കിട്ടിയത്. അതെ, ഈ ലെഗ് പീസ് ഉള്ളത് കൊണ്ട് തന്നെ വേറെ പീസ് ഒന്നും ഇല്ല കേട്ടോ. ഒറ്റ പീസേ ഉള്ളൂ, നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാം. ഈ ലെഗ് പീസിൽ നിന്ന് തന്നെ ഒരു പീസ് ഇങ്ങനെ എടുത്തു, കുറച്ച് റൈസ്, ഒരു ഉപ്പ് കൊള്ളണം ഡൗട്ടുണ്ടോ? പൊടിക്കും ബട്ട് ടേസ്റ്റ് കൊള്ളാം. ചിക്കൻ കഴിച്ചു പോകാം. ഭയങ്കര സംഭവം എന്നല്ല, പക്ഷെ കൊള്ളാം. അവിടുത്തെ അത്രയും വെന്തിട്ടില്ല, പക്ഷെ വെന്തിട്ടുണ്ട്. അവിടുത്തെ അത്രയും വെന്തിട്ടില്ല. വലിയ എരിയില്ല, കുഴപ്പമില്ല, കൊള്ളാം. ഒരു ആവറേജ്. റൈസും കൂടി വരട്ടെ അല്ലേ? അതെ. ഇതെന്തോ ഗ്രേവി എന്തോ തോന്നുന്നു കേട്ടോ. ഇതൊന്ന് ലേശം മതി. ഗ്രേവി വലിയ ഗുണമില്ല, കൂടത്തേ ഉള്ളൂ. പഠിച്ച് മൃദുല വിചാരിക്കും 100 രൂപയ്ക്കൊക്കെ ഇവിടെ ബിരിയാണി കിട്ടുമെന്ന്. ആ ചിക്കൻ കൊള്ളാം കേട്ടോ. ചിക്കൻ പക്ഷെ ഭയങ്കര സോഫ്റ്റ് അല്ല. ചിക്കൻ ഭയങ്കര സോഫ്റ്റ് അല്ല, കുറച്ച് കട്ടിയുണ്ട്. കഴിച്ചു നോക്കില്ല? കൊള്ളാം. പിന്നെ ഇവിടുത്തെ ബിരിയാണി നമ്മൾ ആദ്യം കഴിച്ചിട്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഇതൊക്കെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ്. ഒരു ചിക്കനേ ഉള്ളൂ. മേ ബി ലെഗ് പീസ് ആയതുകൊണ്ടായിരിക്കും ഒരെണ്ണം തന്നതല്ലേ? നീ പറഞ്ഞ ഉപ്പ് ഇച്ചിരി മുന്നോട്ടോ. ഉപ്പ് മുന്നോട്ടോ. റൈസിന് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം കഴിച്ചതിൻ്റെ ആ ഒരു ക്വാളിറ്റി മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടാമത് കഴിച്ചത് ഒട്ടും റൈസിന് ക്വാളിറ്റി ഉണ്ട്. പിന്നെ ബില്ലും കൂടി വരട്ടെ, എന്നിട്ട് നമുക്ക് ഫൈനൽ മാർക്ക് ഇടാം. റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഇങ്ങനെ വെച്ച പിള്ളേർക്ക് നമ്മളിപ്പോഴത് ചിന്തിക്കുന്നത്, നമ്മൾ കഴിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇറക്കി വിട്ടാൽ അവരവിടെ ആക്റ്റീവായിട്ട് നിന്നോളൂ. 350. ഞാൻ വേറെ ഒന്നിലും നിൽക്കുന്നില്ല, 350 ആയിരിക്കണം. 189 രൂപയുള്ളൂ. അതെന്തുവായിട്ടാ? അപ്പൊ നമ്മളെ മറ്റേടത്ത് തേച്ച് കേട്ടോ. ഇത് ഹൈവേ സൈഡായിട്ട് ഇവിടെ അത്ര ആയുള്ളൂ. ഈ ആൾക്കാരെ കാണുമ്പോ വില കൂട്ടിയിട്ട് കൊടുക്കുന്നതാണോ അവര്? തോന്നുന്നു, അറിയാൻ വയ്യ. പക്ഷെ ഡിണ്ടിക്കലിന് അത്രയാവും, എല്ലായിടത്തും ആ പ്രൈസ് ആവും. പക്ഷെ രണ്ടാമത് ബിരിയാണിയാ അതല്ല, ഡിണ്ടിക്കൽ ഷോപ്പിൽ നിന്ന് കഴിക്കുന്നത് അത്രയും പ്രൈസ് ആവും. അത് ബ്രാൻഡ് അല്ലേ? പക്ഷെ രണ്ടാമത് വെച്ചാൽ വേണുചേട്ടൻ നമ്മളെ നല്ലോണം വലിപ്പിച്ചിട്ടുണ്ട്. അവിടെ നല്ല പ്രൈസ് ആയി. ഇത് റൈസൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷെ എന്നാലും ടേസ്റ്റ് വൈസ് ഇപ്പോഴും ഡിണ്ടിക്കൽ തന്നെയാണ് ടോപ്പ് 1. പക്ഷെ വേണുചേട്ടൻ 3ാമത് പോയി, ഇത് രണ്ടാമത് കയറി. ഇതിന് നമുക്ക് ഈ പ്രൈസ് വെച്ചിട്ട് നമുക്കൊരു 4
4 സ്റ്റാർ കൊടുക്കാം അല്ലേ? പിന്നെ കഴിക്കാം, ഒരാൾക്ക് സുഖമായിട്ട് കഴിക്കാം. നല്ല പ്രൈസും നല്ല റീസണബിൾ പ്രൈസ് ആണ് അല്ലേ? 150 രൂപയുള്ളൂ, അത് ലാഭമായോ? യാ, എന്റെ മനസ്സിൽ ഈ പ്രൈസ് ഒക്കെ ആയിരുന്നു. ഇനി നമുക്കിനി 4 സ്റ്റാറിലോട്ട് പോവാം. ഓക്കെ, ഇനി 4 സ്റ്റാറിൽ ഇപ്പം നമ്മൾ എല്ലാ രീതിയിലുള്ള ഒരു ഇതും കഴിച്ചല്ലോ. അപ്പം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡിണ്ടിഗൽ കഴിച്ചു, പിന്നെ കുറച്ചൊന്ന് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള വേണു കഴിച്ചു, പിന്നെ ഒരു മീഡിയം ഇടത്തരം നിൽക്കുന്ന ഒരു ഹോട്ടലിൽ നിന്ന് ഹൈവേ സൈഡിലുള്ള ഒരു ഡിണ്ടിഗൽ കഴിച്ചു. ഇനി നമ്മൾ ഇവിടുത്തെ ടോപ്പ് ആയിട്ടുള്ള 4 സ്റ്റാർ, ഇവിടെ 5 സ്റ്റാർ എനിക്ക് അറിയത്തില്ല, 4 സ്റ്റാറിലോട്ട് 4 സ്റ്റാർ ഉള്ളെന്ന് തോന്നുന്നു. നോക്കിയപ്പോ റേറ്റിംഗ് ഉള്ള ഏറ്റവും കൂടുതൽ ഇനി അറിയത്തില്ല കേട്ടോ, അവൻ അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടോന്ന് അറിയത്തില്ല. ഇപ്പൊ നമ്മുടെ അടുത്തുള്ള തന്നെ കഴിക്കണ്ടേ? അതെ. അപ്പം നമുക്ക് ഇവിടെ ഉള്ള ഒരു 4 സ്റ്റാറിലോട്ട് പോവാം. ഞാൻ അവിടുത്തെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇനി അടുത്ത പോവാം. വണ്ടി ഓടിക്കണമെങ്കിൽ എന്റെ ദൈവം, എന്തോ ഈ ലോറി കൊണ്ട് നിർത്തിരിക്കുന്നുണ്ടോ? എന്തോ ആടി ഇത്? അതിനോട് ബൈക്കുകൾ തുര വരുവാ. ഭ്രാന്ത് എടുക്കുന്ന കേട്ടോ, കുരുങ്ങി നമ്മൾ ഇതിനിടയ്ക്ക്. ബൈക്ക് അത് ഒന്നാമത് ഇടമില്ല, അതിന്റെ ഇടയിൽ കൂടെ ബൈക്ക് അവിടെ ഇവിടെ കൊണ്ടുവച്ചിട്ട് അങ്ങ് പോകും. അല്ല, വണ്ടി വരുന്ന കണ്ടെങ്കിലും ഒന്ന് നിർത്തി തരണ്ടേ അല്ലേ? ഇതൊരു തരം അഡ്വഞ്ചർ അല്ലേ ഏട്ടാ? പിന്നെ ഭയങ്കരോ പേടിയല്ലേ ഉള്ളില്? എനിക്കാണെങ്കിൽ വണ്ടി സ്ക്രാച്ച് ആവും കാരണം ഇവര് എങ്ങനെ ഏത് വഴി കൂടെ കയറിയെന്ന് ആക്കറിയാം. ഇതൊരു മാർക്കറ്റാണോടാ? മാർക്കറ്റൊന്നുമല്ല, പക്ഷെ ഭയങ്കര തിരക്ക് ഇവിടെ. കുറെ ലോറി കൊണ്ട് ഇങ്ങനെ അങ്ങ് നിരത്തിയിട്ടിരിക്കുക കേട്ടോ. ഹേ ഗായ്സ്, അപ്പം നമ്മൾ അടുത്ത 4 സ്റ്റാറിലേക്ക് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ, വിവേര റെസ്റ്റോറൻറ്റ്. അപ്പം നമ്മൾ വന്നതിലെ ഏറ്റവും ടോപ്പ് പ്രൈസ് കൂടിയ ഡിണ്ടിക്കൽ ബിരിയാണി ഇവിടുന്ന് ആയിരിക്കും. 4 സ്റ്റാർ. വാ, ഇനി ഇവിടുത്തെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. അടിപൊളിയാട്ടോ, ഇവിടെ ആരുമില്ല, നമ്മൾ മാത്രം. കിടില ആംബിയൻസ്, അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കിടില ഇന്റീരിയർ, ഒരു ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഫീൽ. സത്യം. നമ്മുടെ എല്ലായിടത്തും ഇലയിലായിരുന്നു, ഇവിടെ മാത്രമേ ഇലയിലാവുള്ളൂ. കുറച്ചുകൂടെ ഒരു ബ്രൗൺ കളർ അല്ലേ നമ്മൾ കഴിച്ചത്? ഏറ്റവും ബ്രൗൺ കളർ അല്ല, ഇതല്ല, ഇതിനെക്കാട്ടി കളർ ഉണ്ടായിരുന്നു. മറ്റേ നമ്മുടെ വേണുണ്ണൻ്റെ കടയിൽ നല്ല കളറായിരുന്നു. ടേസ്റ്റ് ചെയ്യട്ടെ. ഇവിടെ അച്ചാറല്ല കേട്ടോ, എവിടെ ഇല്ല അച്ചാറല്ല. ഗ്രേവി വേണ്ട, ടേസ്റ്റ് നല്ല ഓയിലിയാണ്. നമ്മൾ ആ ഡിണ്ടിക്കൽ കഴിച്ച ഒട്ടും ഓയിലായിരുന്നു കേട്ടോ. ഇല്ല, നല്ല ഓയിൽ ഉണ്ടാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഫീലില്ല. റൈസ് ഫുള്ള് ഓയിലെടുക്കും. നോട്ട് ഡിണ്ടിക്കൽ തന്നെയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും. ടേസ്റ്റ് വരുന്നില്ലല്ലേ? ഞാൻ കരുതി ദിണ്ടിക്കൽ ആയതുകൊണ്ട് അവരുടെ ആ ഒരു മസാല ബാക്കിയുള്ളവർക്കും അറിയായിരിക്കുമെന്ന്. അവരുടെ സ്പെഷ്യൽ കൂട്ടാടോ, അത് സീക്രട്ട് റെസിപ്പി എന്ന് തോന്നുന്നു. അത് ജനറേഷനായിട്ട് ജനറേഷൻ കാത്തു സൂക്ഷിച്ച് ആർക്കും കൊടുക്കാതെ. അതൊരു പ്രത്യേക ഫ്ലേവറാടാ, അതിൻ്റെ കൂടെ ഒന്നും അങ്ങോട്ടും സെറ്റ് ആവണില്ല ഇല്ലേ? അത് വേറെ. നിങ്ങൾ വിചാരിക്കും നമ്മൾ ആദ്യം പോയി കഴിച്ച് വിശന്നുകൊണ്ടാണെന്ന്, പക്ഷെ അല്ല, ഇപ്പോഴും വിശന്നിരിക്കുക. നമ്മൾ ബ്രേക്ക് എടുത്തിട്ട് കഴിക്കുന്നത്. എനിക്ക് ഒരു ചെറിയ പീസ്. ചിക്കന് ഭയങ്കര ക്വാണ്ടിറ്റി കുറവാണ്. കളറിന് ഒരു രക്ഷയില്ല, കളർ നല്ല കളറും അല്ലല്ലേ. നീ കഴിച്ചു നോക്ക്. ചിക്കൻ കഴിച്ചപ്പോൾ 4 സ്റ്റാറിലെ ഡിണ്ടിക്കൽ ബിരിയാണി. ഓയിലുണ്ടായിരുന്നു പറഞ്ഞ നല്ല ഓയിലാണ്. നല്ല ഓയിലാണ്, കുഴപ്പമില്ല. പക്ഷെ എന്തോ ഞാൻ കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്തു. 4 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വേറുള്ള കണക്കല്ലോ, കാരണം ഇവിടെ നല്ല പ്രൈസ് കൊടുക്കുന്നത്. സോ ആ പ്രൈസിന് ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇവിടെ 4 സ്റ്റാറോ അങ്ങനെയൊന്നും ഇല്ല, എല്ലായിടത്തും പ്രൈസ് ഈക്വലാന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ ബില്ല് കിട്ടട്ടെ, എനിക്ക് തോന്നുന്നു ഇവിടെയും 350 രൂപ ആ റേഞ്ച് തന്നെ ആയിരിക്കും. അങ്ങനെ ഡിണ്ടിക്കലിന് ഞാൻ പറഞ്ഞു, ഇവിടെ ബിരിയാണിക്ക് നോർമൽ കടയും ചെറിയ കടയും അറിയാൻ പറ്റും. നമുക്ക് ബില്ല് ഇടട്ടെ എന്തായാലും. 4 സ്റ്റാറിന് അത്രയ്ക്കുള്ള ആ ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തില്ല. അത്ര ഞാൻ ഒരുപാട് ടേസ്റ്റ് എക്സ്പെക്ട് ചെയ്തു. ഡിണ്ടിക്കലിൻ്റെ കൂടെ പോലും എത്തുന്നില്ല. പീസ് വല്ലതും ഉണ്ടോ ഇനി? വേറെ അടിച്ചു പറക്കി, ഓരോ അരിയും അരിച്ചു പറക്കി. ക്വാണ്ടിറ്റി ഇല്ലായിരുന്നു കേട്ടോ, കാരണം പാത്രത്തിന്റെ സൈസ് ഉണ്ടോ. ബാക്കിലോട്ട് തോനെ ഉണ്ടെങ്കിൽ ഈ മേളിലൊരു ഇത്തിരി ഉള്ളൂ.
അതെല്ലായിടത്തും അങ്ങനെ. ഗൈസ്, ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. വേണു നമ്മളെ മൂഞ്ചിച്ചു കേട്ടോ, നല്ല രീതിക്ക്. 4 സ്റ്റാർ ആയിട്ട് ഇവിടെ ആയത് 285 രൂപയാണ്. ആ കടയിൽ AC പോലും ഇല്ലാത്ത കടയിൽ നമ്മളന്ന് വാങ്ങിച്ചത് 350 രൂപ. എന്ത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത അരി. ഇത് കഴിക്കുമ്പോ നമുക്ക് മനസ്സിലാവാം അരിക്കും അതിലുള്ള ഇൻഗ്രീഡിയൻസിനും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അത് ഒരു ടേസ്റ്റും വരില്ല, ഒരു ഫ്ലേവറും ഇല്ല. സത്യം പറഞ്ഞാൽ വായിലിട്ട് ചവയ്ക്കുമ്പോൾ വെന്തളിഞ്ഞ അരി നമ്മൾ ചവയ്ക്കുമല്ലോ, ആ ഒരു ഫീൽ ആയിരുന്നേ. ഒരു ഇതും ഇല്ലായിരുന്നു. അപ്പം ഗൈസ്, എനിവേ നമ്മള് ഇതിന് കൊടുക്കുന്നത് ഈ ഒരു പ്രൈസും ടേസ്റ്റും വെച്ചിട്ട് നമ്മളൊരു 3 സ്റ്റാർ അല്ലേ, 3 സ്റ്റാർ കൊടുക്കാം. കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു എക്സ്പെക്ട് ആയതുകൊണ്ട്. സോ നമ്മൾ ഇതിനെ എത്രാമത്തെ പൊസിഷനിലോട്ട് വെക്കുന്നു? 2nd പൊസിഷനിലാണോ? അല്ലല്ല, 3rd പൊസിഷൻ. 2nd നമ്മൾ അവരുടെ ഹൈവേന്ന് കഴിച്ചത് ആണെന്ന് 2nd പൊസിഷൻ. അപ്പൊ ഇതിനെ നമ്മൾ 3rd പൊസിഷനിലോട്ട് വെക്കുന്നു. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ വേണു, നമ്മുടെ അല്ല ആരുടെയോ വേണു. അതെ. അപ്പോ ലാസ്റ്റ് ബിരിയാണി അമ്പൂടെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി കേട്ടോ. അപ്പൊ നമ്മളിത് ഓർഡർ ചെയ്തതാണ്. സോ നമ്മൾ 4 സ്പോട്ട് നമ്മൾ ലൈവായിട്ട് പോയി എക്സ്പ്ലോർ ചെയ്തു. 5ാമത് നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്തു. ഓൺലൈനിൽ ഏറ്റവും ബെസ്റ്റ് റേറ്റിംഗ് ഉള്ള, പ്രൈസും കുറഞ്ഞ, പ്രൈസ് ഞാൻ ആദ്യമേ പറയാമല്ലോ, പ്രൈസും കുറഞ്ഞ റേറ്റിംഗ് ഉള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. ദിണ്ടുക്കൽ ബിരിയാണി. വാഴയില വിട്ടൊരു കളിയില്ല. അതെ, നമുക്ക് ആകെപ്പാടെ 4 സ്റ്റാർ എന്ന് മാത്രമേ ഉള്ളൂ വാഴയില ഇല്ലാതിരുന്നത്. ഇല്ലേ വെറുതെ ബാക്കി എല്ലായിടത്തും ഉണ്ടായിരുന്നു. തുറക്കൂ. ഇത് ഒരു ബിരിയാണി ഇല്ല ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്നത്. ഇത് കറക്റ്റ് സിംഗിൾ പോർഷൻ ആട്ടോ. ചിക്കൻ താണ്ടേ ഒറ്റ പീസ് അല്ല, പിന്നെ കുറെ നുറുക്ക് പീസുകളുണ്ട്. അപ്പം ഇവിടെ കഴിച്ചതിനെക്കാട്ടി പീസ് ഉണ്ടോ? നുറുക്ക് പീസ് ഉണ്ട്. ഇത്രയുണ്ട്. ടേസ്റ്റ് ചെയ്യുന്നതിന് മൃദുല ആദ്യം ടേസ്റ്റ് ചെയ്യട്ടെ. പക്ഷെ ഇവിടെ ബിരിയാണിക്ക് ഇച്ചിരി ഉള്ളു കേട്ടോ. നമുക്ക് എല്ലാം ഈ അരി കേട്ടോ, ചെറിയ അരിയാ. അത് ഓയിലും കാണും കണ്ടോ. വലിയ അരി വെച്ച് ഉണ്ടാക്കത്തേ ഇല്ലാന്ന് തോന്നുന്നു ദിണ്ടുക്കൽ ബിരിയാണി. ചിക്കൻ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്ത അമ്പൂട്ടൻ തിന്നോളും. ഭയങ്കര ഫ്ലേവർ ആയിരിക്കും. അവർ ഈ മസാല എല്ലാം കൂടി ഒരു അരപ്പരയ്ക്കും. ആ അരപ്പിനകത്താണ് ഈ ചോറിട്ട് വേവിക്കുന്നത്. എന്തൊക്കെ ചേർക്കുമായിരിക്കും അല്ലേ. എല്ലാം ഈ കളറും ഈ മണവുമാണ്. മണം അതാണ് മെയിൻ. ഡിണ്ടിക്കലിന്റെ ഒരു മണമാണ്. ഫ്ലേവേഴ്സ് ഒന്നും ഉള്ളതായിട്ട് ഫീൽ ചെയ്യില്ല. മസാലയാണെന്ന് തോന്നുന്നു എല്ലായിടത്തും. വേറെ ചട്നി ഒന്നും ഇല്ലായിരുന്നല്ലോ. ചട്നി ഉണ്ട്, ഇത് മാത്രമേ ഉള്ളൂ. അത് വേണമെന്നില്ല. പ്ലാസ്റ്റിക് കവർ ഇരിക്കുന്നുണ്ട്. വേണ്ട, ചിക്കൻ എടുത്ത് തിന്നപ്പാ. മനസ്സിൽ വെച്ചാൽ മതി. എത്ര രൂപ പറഞ്ഞ? ഇത് 150 രൂപയുള്ളൂ. ഓൺലൈനിൽ അത്യാവശ്യം നല്ല റേറ്റിംഗ് കണ്ട് വാങ്ങിച്ചാണ്. ഇങ്ങനെ വെക്കണം. ചിക്കൻ പീസ് ഒരു കുഞ്ഞിന് കൊടുക്കുന്നു. കുറച്ച് ഇത് നമ്മുടെ ലെഗാണോ? ലെഗല്ല, വലിയൊരു ഉരുള. അതാ ഞാൻ ചോദിച്ചത് എത്ര രൂപ. പൊള്ളി സാധനം. എന്നാ നമ്മൾ ഓർഡർ ചെയ്ത് ചൂടുകാലല്ല കഴിച്ചത്. എന്നാ ഓയില് അങ്ങനെ ഓയിലൊന്നും ഇല്ല, ഒരുപാടില്ല. ഇത് എന്റെ ഒരു വെള്ളമാണ്, ഓയിലി അല്ല. അത് ഇലയില് കുറച്ചുണ്ട്, പക്ഷേ ബെസ്റ്റ് സാധനം. ഇത് കഴിച്ചതിൽ ഏറ്റവും നല്ല സാധനം പോലെ ഫീൽ ചെയ്യുന്നു. തലപ്പക്കട്ടി വേറെ, അതിന്റെ മസാല വേറെ. അതല്ല, ബാക്കി 4 കഴിച്ചതില് എനിക്കത് ഡിണ്ടിക്കലിനോട് മുട്ടി നിൽക്കുന്ന ഫീലുണ്ട്. ഈ ചിക്കൻ അടിപൊളി ഫ്ലേവർ ഉണ്ടാവും. പക്ഷെ പിന്നെ ഒരു കാര്യം, നമുക്ക് ദിണ്ടുക്കലിന് മാത്രമേ മുട്ട തന്നുള്ളൂ. അത് ശരിയാട്ടോ, അല്ലേ? വേറെ ഒരിടത്തും മുട്ട തന്നില്ല. പക്ഷെ ഡിണ്ടിക്കലിന്റെ പാതി വിലയേ ഉള്ളൂ. പാതി, അത് ഓർക്കണം. പിന്നെ നമുക്ക് ഈ തിരക്കിന്റെ ഇടയിൽ പോയി വാങ്ങിക്കണ്ട, ഓർഡർ ചെയ്താൽ വരും. പൊളി ഗൈസ്. ഈ സ്വിഗ്ഗിയില് ഏറ്റവും ബെസ്റ്റ് റേറ്റിംഗ് നോക്കി വാങ്ങിച്ച 4.7 റേറ്റിംഗ്. അത് 2000-ലും 3000-ലും അധികം പേര് റേറ്റ് ചെയ്തിട്ടുണ്ട്. ആണല്ലേ? അപ്പൊ ഇതെങ്ങനെ റേറ്റ് ചെയ്തിരിക്കും? ഇത് ഹോട്ടൽ വൈഗേഗി എന്നാണ് പേര്. സോ നിങ്ങൾ ഡിണ്ടിക്കൽ വരുന്നുണ്ടെങ്കിൽ ഹോട്ടൽ വൈഗേഗി ട്രൈ നോക്ക്. പൊളി. എനിക്ക് ഡിണ്ടിക്കലിനോട് തന്നെ മുട്ടി നിൽക്കുന്നു. പിന്നെ സത്യം. പക്ഷെ ഡിണ്ടിക്കലിലെ മുട്ട അവരുടെ ഒരു എല്ലാം കൂടി ആയിട്ട് കഴിക്കുമ്പോൾ ഒരു കോമ്പിനേഷൻ അത് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ ഇത് ഒട്ടും മോശമല്ല, ഇത് പൊളി സാധനമാണ്. വെള്ളം ചോദിച്ചോ, എരിഞ്ഞപ്പോ വെള്ളം ചൂണ്ടി കാണിച്ചു. ഇഷ്ടപ്പെട്ടേട്ടാ. നമ്മൾ ഉണ്ടാക്കി ഇത്ര ഫ്ലേവർ ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന മറ്റേ ആ ചെമ്പ് പാത്രത്തില് അതിലിങ്ങനെ ഇരിക്കുമായിരിക്കും, അവഞ്ഞ്. പൊളി കഴിച്ചു. ഞാനും ഇത് ഔട്ട് ഓഫ് 5 5.
എല്ലാം കൊണ്ടും ഫൈൻ. റേറ്റിംഗില് ടോപ്പ് 2 തന്നെ കൊടുക്കാം. ഞാൻ പറയുന്നത് പ്രൈസ് ഇത്ര ഉള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ടോപ്പ്. ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത് ആ ഒരു തലപ്പാക്കട്ടി ദിണ്ടുക്കൽ ബിരിയാണിയുടെ അടുത്ത ഫ്ലേവർ വരുന്നുണ്ട്. ആ ഫ്ലേവർ വേറെ അതൊരു വേറെ ടേസ്റ്റാ. കുറച്ചുകൂടി സ്പൈസി ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടും കഴിക്കാൻ. പക്ഷെ ഈ റൈസ് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇഷ്ടപ്പെട്ടു കഴിച്ചു. ഇത് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ട്. ടേസ്റ്റ് വൈസ് നമുക്ക് ഡിണ്ടിക്കൽ തന്നെ ഇത് സെക്കൻഡ് പ്രൈസ് കൊടുക്കാം. വേണുവിനെ ഞാൻ എടുത്ത് ലാസ്റ്റ് കളയും. വേണുവിനെ അവസാനത്തേക്ക് തള്ളൂ. നമ്മളെ കൂറ ഫുഡായിരുന്നു വേണു. പക്ഷെ വേണു എല്ലാരും ഫേമസ്, റീൽസിലൊക്കെ വേണു ഭയങ്കര ഫേമസ് ആണെന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പോയിട്ട് ഒരു കാശിനുള്ളത്. നമ്മുടെ ഈ ചലഞ്ച് അവസാനിച്ചിരിക്കുന്നു. ഞാൻ ഈ ചലഞ്ച് തുടങ്ങിയപ്പോൾ ഞാൻ മൈൻഡിൽ ആദ്യം വിചാരിച്ചത് ഒരിക്കലും ഡിണ്ടിക്കൽ ജയിക്കില്ല, അതിനെക്കാട്ടി ബെറ്റർ ഓപ്ഷൻ ബേബി ഇവിടെ കാണും, തലപ്പാക്കട്ടി വേറെ കാണും എന്നാണ്. വേറെയൊക്കെ ലോക്കൽ ഷോപ്പുകായിരിക്കും വിൻ ചെയ്യുന്നതെന്ന്. ഞാൻ വേണുവിൽ എൻട്രി ചെയ്തപ്പോഴും അവിടുത്തെ അവരെ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ബെസ്റ്റ് ആയിരിക്കുമെന്ന്. പക്ഷെ നമ്മുടെ ചലഞ്ചില് ഡിണ്ടിക്കൽ തലപ്പാക്കട്ടി തന്നെ വിൻ ചെയ്തിരിക്കുന്നു ഗൈസ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതിനുള്ള റെഡി കാണുന്നവരെ ബൈ. അതെന്തുവാടാ അടി? എനിക്ക് എന്തോ പറയാൻ അങ്ങനല്ല, നമ്മൾ എപ്പോഴും ഫുഡ് ചലഞ്ച് ഇവ സമ്മതിക്കത്തില്ല. പറ. നമ്മൾ എപ്പോഴും ഫുഡ് ചലഞ്ച് ചെയ്യുമ്പോ ട്രിവാൻഡ്രത്ത് തന്നെ കറങ്ങി കറങ്ങി കറങ്ങി. പക്ഷെ ഇതുവരെ വന്നിട്ടില്ലാത്തൊരു നാട്ടില്, ഒട്ടും പരിചയമില്ലാത്തൊരു നാട്ടില് വന്ന് ഷോപ്പുകൾ കണ്ടുപിടിച്ച് എക്സ്പ്ലോർ ചെയ്ത് അവിടെ പോയി അവരുടെ കൂടെ ഇരുന്ന് കഴിച്ച ആ ഒരു കൾച്ചർ, വേറെ കൾച്ചറും കൂടെ അല്ലേ. ആ ഒരു രീതി ഒരു നല്ലൊരു വെറൈറ്റി ആയിരുന്നു. നമ്മൾ നല്ലോണം എൻജോയ് ചെയ്ത് നമുക്ക് നല്ലൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അടുത്ത സിറ്റി നിങ്ങൾ കമന്റ് ചെയ്ത് നമ്മൾ അവിടെ പോയി ട്രൈ ചെയ്യാം. ഇതൊരു തുടങ്ങാനായാലും ഈ ഒരു സീരീസ് ഓൾ ഇന്ത്യ. അപ്പൊ ബൈ ഗൈസ്.